ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്താണ്. എൻ്റെ വീട് മലപ്പുറത്താണ്. ഇത് ഞാൻ ജനിച്ചു വളർന്ന വീടാണ്. ഈ വീട്ടിൽ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചെടികളൊക്കെ നട്ട് വളർത്തിയ വ്യക്തിയെ ഞാൻ കാണിച്ചു തരാം. ദാ നിൽക്കുന്നു ഈ വ്യക്തി, അതായത് എൻ്റെ അമ്മ. ഇതെൻ്റെ പപ്പയാണേ. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ആണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ പപ്പയെന്നാണ് വിളിക്കുന്ന അച്ഛനെ. അവർ രണ്ടും കൂടെ സിറ്റൗട്ട് ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുക. പിന്നെ വീട്ടിൽ ചെന്നാലേ കാണുന്ന ഒരു കാഴ്ചയാണിത്. വീട്ടിൽ ധാരാളം തെങ്ങുണ്ട്. തെങ്ങൊക്കെ 30 വർഷം മുമ്പ് അമ്മ നട്ടു വളർത്തിയ തെങ്ങുകളാണ്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, തെങ്ങിന് ചുറ്റും ചകിരി, അതായത് തൊണ്ട് അടുക്കി വെച്ചിരിക്കുക. തേങ്ങയൊക്കെ പൊതിച്ച് ഉണക്കാനിട്ട് ഉണക്കി വെളിച്ചെണ്ണയാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ തൊണ്ടെല്ലാം ഇങ്ങനെ തെങ്ങിന് ചുറ്റും വെച്ചു. അമ്മ എപ്പോഴും ഇങ്ങനെ ഈ സിറ്റൗട്ടിൻ്റെ അവിടെ തന്നെ കാണും. ഈ തൊണ്ടൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന പലരും പറയുന്നത് പാമ്പൊക്കെ കയറി വരില്ലെന്ന്. അങ്ങനെ ഒരു പാമ്പും അവിടെ കയറി വരില്ല. അത്ര വൃത്തിയായിട്ടാണ് അമ്മ സൂക്ഷിക്കുന്നത്. ദിവസവും അതിൻ്റെ ചൂട്ടിലൊക്കെ പോയി അമ്മ തട്ടിയും കുടഞ്ഞും തടവിയും ഒക്കെ നിൽക്കും. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അമ്മ നട്ട ചെടികൾ, ധാരാളം ചെടികളുണ്ട്. പഴയ സൈസിലെ ചെടികളും പുതിയ ചെടികളൊക്കെ ഉണ്ട്. അമ്മയുടെ പേരക്കുട്ടീനോട് പുതിയ ചെടിച്ചട്ടി വാങ്ങുന്നതിനെ പറ്റി പറയുകയാണ്. ഈ നട്ടിരിക്കുന്ന ചെടികളൊക്കെ കണ്ടോ, ഇതെല്ലാം നട്ടിരിക്കുന്നത് ഈ 83 വയസ്സുള്ള എൻ്റെ അമ്മയാണ്. അമ്മ എങ്ങനെയാണ് ഈ ചെടിച്ചട്ടിയൊക്കെ എടുത്ത് ഉയർത്തി വെക്കുന്നതെന്നറിയോ? ആദ്യമേ ചെടിച്ചട്ടി അവിടെ കൊണ്ട്, ഏത് സ്ഥലത്താണോ ചെടിച്ചട്ടി വെക്കേണ്ടത് ആ സ്ഥലത്ത് ചെടിച്ചട്ടി കൊണ്ടുവയ്ക്കും. എന്നിട്ട് അതിൽ നിറയ്ക്കാനുള്ള വളവും മേൽമണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും എല്ലാം മിക്സ് ചെയ്തിട്ട് ഓരോ ചട്ടിയിലും നിറയ്ക്കും. നിറച്ചിട്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചെടികൾ അതിൽ നടും. എവിടെ ചെന്നാലും അമ്മ ചെടി ചോദിച്ച് വാങ്ങും. പിന്നെ അമ്മ പൈസ കൊടുത്തും വാങ്ങും. ആര് ചോദിച്ചാലും അമ്മ ചെടി കൊടുക്കുകയും ചെയ്യും. ഇതിലേറെ ചെടികളുണ്ടായിരുന്നു, കുറേയൊക്കെ ഞങ്ങൾ എടുത്തു മാറ്റി. ഇതൊക്കെ എത്ര വർഷം മുമ്പ് നട്ട ചെടികളാണെന്നറിയോ? എല്ലാത്തിനും രാവിലെയും വൈകുന്നേരം അമ്മ വെള്ളം ഒഴിക്കും. ഇനി അമ്മ വെള്ളം കുടിച്ചില്ലേലും വിടില്ല, ചെടികൾക്ക് വെള്ളം ഒഴിക്കും. ഇതിനു മുമ്പ് ധാരാളം പച്ചക്കറി കൃഷി ഉണ്ടായിരുന്നു. ഇപ്പം അമ്മയ്ക്ക് അതൊന്നും പറ്റുന്നില്ല. എന്നാലും എന്തൊക്കെയോ പയറൊക്കെ നട്ടിട്ടുണ്ട്. പയറൊക്കെ ഉണ്ട് അവിടെ. എല്ലാ തരത്തിലുള്ള ചെടികളും ഉണ്ട്. സീറ്റോട്ടിലൊക്കെ കണ്ടോ ചെടികൾ നിരത്തി വെച്ചിട്ട് എന്ത് ഭംഗിയായിട്ടാണ് നോക്കി. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ കണ്ടോ, അതൊക്കെ അവിടെ എടുത്ത് വെച്ച് കൊടുക്കുന്നത് പപ്പയാണ്. നല്ല വിശാലമായ ഒരു സിറ്റൗട്ടാണ്. പഴയ തരത്തിലുള്ള ചെടികളുണ്ട്. പഴയ കാലത്ത് നട്ട ചെടികളും ഇപ്പോഴും അതുപോലെ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. റോസ് കളറിലെ തെച്ചി, പഴയ റോസപ്പൂവ്, ചെടികൾക്ക് യഥാസമയം വെള്ളമൊഴിക്കും. അതിൻ്റെ ചുവട്ടിലെ പുല്ലൊക്കെ പറിച്ചു കളയും. സിറ്റൗട്ടിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇത് 30 വർഷം മുമ്പ് അമ്മ വാങ്ങി നട്ട ഒരു പനച്ചെടിയാണ്. അതിൽ ധാരാളം കായ്കളുണ്ട്. ഓറഞ്ച് കളറിലെ കായ്കൾ കണ്ടോ, കാണാൻ നല്ല ഭംഗിയ. കൊല കുത്തി ഇങ്ങനെ നിൽക്കുക. ഈ കായ്കൾ കൊഴിഞ്ഞു വീഴും. എന്നിട്ട് അതിൽ നിന്ന് തൈ ഉണ്ടാവും. ഒരുപാട് തൈ ഉണ്ടായിട്ടുണ്ട്. പല വലുപ്പത്തിലുള്ള തൈകൾ വീട്ടിലുണ്ട്. പിന്നെ വെള്ളം കോരി തുണി എഴുതുന്ന ആണ് അമ്മയ്ക്ക് ഇഷ്ടം. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. പിന്നെ വെള്ളം പൈപ്പിൽ ഇല്ലാത്ത സമയത്ത് വരാൻ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ, കറണ്ട് ഇല്ല, അങ്ങനത്തെ സാഹചര്യം ആണെങ്കിൽ വെള്ളം കോരി തന്നെ ചെടിക്ക് നനയ്ക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് അമ്മയുടെ വേറൊരു കലാവിരുതാണ് കേട്ടോ. അമ്മ നാടകത്തിലൊക്കെ അഭിനയിക്കും. നാട്ടിലൊരു ചെറിയ നാടക ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുകൊണ്ട് ഇപ്പം അവർ അഭിനയിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ എവിടെ പോയാലും കൈ പിടിച്ചുള്ളൊരു നടത്തം. ഇതാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത് എൻ്റെ അച്ഛനും അമ്മയും.